കുട്ടികളോട് അമ്മ എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഗൂഗിളിൽ തപ്പി ഡിക്ഷണറി എടുത്തു. വാട്ട് ഈസ് അമ്മ? അമ്മ ഈസ് ഗർഭം ധരിച്ചവൾ, പ്രസവിച്ചവൾ, മുലയൂട്ടിയവൾ അമ്മ. ഇതാണ് എക്സാക്സിസ, ഉപരിപ്ലവമായ അർത്ഥമാണത്. അതിങ്ങനെ മാത്രം പഠിച്ചാൽ മൈനസാണ്, പ്ലസ് ആവില്ല. അത് മൈനസ് ആയത് അതുകൊണ്ടാണ് അമ്മയെ കൊണ്ടുപോയിട്ട് വൃദ്ധമന്ദിരത്തിൽ മൈനസ് ആക്കുന്നത്. അതിൻ്റെ ആഴം പഠിപ്പിച്ചിട്ടുണ്ടോ? അമ്മ എന്ന പദത്തിൻ്റെ ആഴം ഒന്ന് നോക്കാം നമുക്ക്. അമ്മയെന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിൽ ഏറ്റവും ആർദ്രമായ പാട്ടുകൾ താരാട്ട് പാട്ടുകളാണ്. തൻ്റെ കുട്ടി ഉറക്കുന്ന പാട്ടുകൾ. ആ പാട്ടുകൾ കണ്ടുപിടിച്ച ഫോണറ്റിക്സ് ഉണ്ടാകുന്നതിന് മുമ്പ് അമ്മമാര് കണ്ടുപിടിച്ചൊരു ഫോണറ്റിക്സ് ഉണ്ട്, അറിയാമോ? സ്വനശാസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമ്മമാര് കണ്ടുപിടിച്ചൊരു സ്വനശാസ്ത്രമുണ്ട്. എന്താണ്? കുട്ടിയെ താരാട്ടുപാട്ടി ഉറക്കുമ്പോ സ്വരങ്ങൾ മാത്രം കുട്ടിക്ക് പോരാ, ആ ഈ ഊന്ന് പഠിപ്പിച്ചാൽ പോരാ, വ്യഞ്ജനങ്ങൾ വേണം. പക്ഷെ വ്യഞ്ജനങ്ങൾ കാക്കാ കാക്കാന്ന് താരാട്ട് പാടി ആ കുട്ടി ഉറങ്ങുമോ? ഇല്ല. അതുകൊണ്ട് സ്വരത്തിൻ്റെയും വ്യഞ്ജനത്തിൻ്റെയും മധ്യത്തിലുള്ള 4 അക്ഷരം ഉപയോഗിക്കുന്നു. യാരാലാവാ. മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ? എത്ര താരാട്ട് പാട്ട് പാടി? യാ 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 രാരീ രാരീരം രാരോ രാ വാവേ വാവം വാവോ വാ. മനസ്സിലായ? യാരാലാവേന്റെ മഹത്വം പിടികിട്ടിയ ആലോചിച്ച് നോക്കൂ. എന്തൊരത്ഭുതം, എന്തൊരു മനഃശാസ്ത്രമാണത്. ആ പാട്ട് പാടി ഉറക്കുക. തൻ്റെ കുട്ടി ഉറങ്ങുമ്പോൾ 3 ലോകവും ഉറങ്ങണമെന്നാഗ്രഹിക്കുന്നവളെ അമ്മ എന്ന് പറയാം. വീട്ടുകാരുറങ്ങിയാൽ പോരാ, നാട്ടുകാരുറങ്ങിയാൽ പോരാ, പറ്റുമെങ്കിൽ ഈ 3 ലോകവും ഉറങ്ങണം. ഒരു കണ്ണാൽ സൂര്യനുറങ്ങ്, മറു കണ്ണാൽ തിങ്കളുറങ്ങ്, തൃക്കൈയിൽ വെണ്ണയുറങ്ങ്, മാമൂണിന് ഭൂമിയൊരുങ്ങ്, തിരുമധുരം നാവിലുറങ്ങ്, തിരുനാമം മനസ്സിലുറങ്ങ്, എന്നുണ്ണി കണ്ണനുറങ്ങാൻ മൂലോകം മുഴുവനുറങ്ങ്, മൂലോകം മുഴുവനുറങ്ങ് എന്ന് പാടുന്നവൾ അമ്മ. അങ്ങനെ അവളെ, ആ കുട്ടീനെ ഉറക്കി കഴിഞ്ഞാലുണ്ടല്ലോ, ഒരമ്മയെ കുട്ടിയെ കൊണ്ടുപോയി കിടത്തുന്ന രംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്ഭുതമാണ്. ആ അമ്മയുടെ കൈ ഷോക്ക് അബ്സോർബറാണ്. വണ്ടി കുണ്ടിൽ വീണാലും യാത്രക്കാരൻ്റെ നടുവുളുക്കാത്തൊരു സാധനമില്ലേ, ഷോക്ക് ആപ്സ്. വർക്ക്ഷോപ്പുകാർ പറയും ഷോക്ക് അബ്സോർബറാണ്. അമ്മയുടെ കൈ ഒരു ഷോക്ക് അബ്സോർബറാണ്. മുട്ടും കുത്തിയാടി ഇരിക്കുമ്പോൾ കുട്ടി അറിയുന്നില്ല. ഒരു പായ എടുത്തിടുന്നോ, ഒരു തുണി എടുത്തിടുന്നോ, എന്നിട്ട് കുട്ടീനെ മെല്ലെ കിടത്തിയിട്ട് ചന്തീൻ്റെ അടിയിൽ നിന്ന് കൈവലിക്കുന്ന കണ്ടിട്ടുണ്ടോ? പുലിമുരുകൻ സിനിമയിൽ ഇത്ര നല്ല സ്ലോ മോഷൻ കാണൂല, അത്ര സ്ലോ മോഷനാ. എന്നിട്ടൊരു പുതപ്പെടുത്ത് മേലെ പുതച്ച് വീണ്ടും 2 തട്ടും തട്ടിയിട്ട് ഒരു മൂളിൽ മൂളിയിട്ട് കുട്ടി ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയാൽ അവിടുന്ന് എഴുന്നേറ്റിട്ട് തൻ്റെ ബാക്കി ജോലികൾക്ക് പോവാൻ മുടിയൊക്കെ കെട്ടിയിട്ട് പോകാൻ വാതിൽ പടിയുടെ അടുത്ത് എത്തുമ്പോൾ ഉണ്ട് ഒരച്ചിരിയും ചിരിച്ചിട്ടൊരു തിരിഞ്ഞു നോട്ടം. അതിൻ്റെ ചാരുത എന്തൊരു നോട്ടാണെന്നറിയോ ആ തിരിഞ്ഞു നോട്ടം. അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഈ കുട്ടീൻ്റെ അച്ഛനെ ഭർത്താവ് എന്ന് വിളിക്കുന്നതിലൊരു അർത്ഥമില്ല. എന്തൊരു ചാരുതയാണത്. അങ്ങനെ കുട്ടി ഉറങ്ങിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് കുയിലിൻ്റെ പാട്ട് നമുക്കിഷ്ടമാണ്. പക്ഷെ ഉറങ്ങുന്ന കുട്ടിയുടെ അമ്മയ്ക്ക് കുയിലിൻ്റെ പാട്ട് ഇഷ്ടമല്ല. കുയിലേ, നിന്റെ പാട്ടിൻ്റെ വോളിയം കുറക്കണം, എൻ്റെ കുട്ടി ഉറങ്ങുകയാണെന്ന് ശകാരിക്കുന്നവൾ അമ്മ. നിലാവെളിച്ചം നമുക്കിഷ്ടമാണ്. പക്ഷേ നിലാവിൻ്റെ ശിശിരരശ്മികൾ ജാലകവാതിലുകൾക്കിടയിലൂടെ കടന്നു വന്ന് ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ കൺപോളകളിൽ സ്പർശിച്ചിട്ട് അവൻ്റെ സ്വപ്നങ്ങളുടെ നിറം കെട്ടുപോകാതിരിക്കാൻ നിലാവേ നിന്റെ വോൾട്ടേജ് കുറക്കണേ എന്ന് പറയുന്നവൾ അമ്മ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ എന്ന് പാടുന്നവൾ അമ്മ. ആഴം മനസ്സിലായോ? ആഴം മനസ്സിലായോ? അമ്മ എന്ന പദം നെഗറ്റീവല്ല, പോസിറ്റീവ് ആക്കിയില്ലേ?
ഇത് നിങ്ങളുടെ മക്കൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു തരുന്നു, സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാം, നിങ്ങളെ ആരും നിങ്ങളുടെ മക്കൾ വൃദ്ധമന്ദിരത്തിൽ കൊണ്ടേ തള്ളൂല. കാരണം അവന് അമ്മ എന്ന വാക്കിൻ്റെ ആഴമറിയാം. അതാണ് പഠിപ്പിക്കേണ്ടത്. അമ്മ, അച്ഛൻ, സഹോദരൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞാൽ വെറും ഉപരിപ്ലവമായ അർത്ഥങ്ങളല്ല, അത് കുടുംബ ബന്ധങ്ങളുടെ പാഷനാണ്. ആ പാഷണൽ കോഷ്യൻ്റ് കവിതകളിലൂടെ, കഥകളിലൂടെ, ഒന്നും വേണ്ട, മാധവിക്കുട്ടിയുടെ നെയ്പ്പായസം എന്ന് പറഞ്ഞൊരു കഥ കുടുംബത്തോടെ വട്ടത്തിലിരുന്ന് വായിച്ചാൽ മാത്രം മതി അമ്മ എന്താണെന്ന് മനസ്സിലാവാൻ. ആ വായിച്ചു കഴിയുമ്പോൾ അവസാനം അമ്മ നല്ല നെയ്പ്പായസം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ആ കൈ അമർത്തിയപ്പോൾ അയാൾ തൻ്റെ കണ്ണുനീര് കുട്ടികൾ കാണാതിരിക്കാൻ വാഷ് ബേസിൻ്റെ അടുത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ കണ്ണിൽ നോക്കുക, ആ കണ്ണിലൊരു നനവുണ്ടെങ്കിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ മക്കൾ ആർദ്രതയുള്ളവരാണ്. അവർക്ക് അനുഭൂതിയും നിർവൃതിയും ആഴവും അറിയാം. ഇത് നിർബന്ധമാണ് നമ്മുടെ കുട്ടികൾക്ക്. അത് കുറഞ്ഞു വരിക ഇപ്പോൾ. അതുകൊണ്ടാണ് കവിത വായിക്കാത്ത, അതുകൊണ്ടാണ് കഥ വായിക്കാത്ത. പാഷണൽ കോഷ്യൻ്റ് നിങ്ങളുണ്ടാക്കി കൊടുക്കണം. അവർ സ്കൂളിൽ പഠിച്ച കവിത പരീക്ഷയുടെ പോയിന്റ് ബേസിൽ മാത്രം പഠിക്കുക. ആ കവിത ആർദ്രമായിട്ട് അനുഭൂതിയാക്കി മാറ്റിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് കഴിയണം. 3 പോയിൻ്റായി IQ, EQ, PQ. അടുത്ത Q SQ, സ്പിരിച്വൽ ക്വഷ്യൻ്റ്, ധാർമ്മിക മൂല്യം. എവിടുന്ന് കിട്ടും? ബൈബിളിൽ നിന്ന് കിട്ടുമോ? ഖുറാനിൽ നിന്ന് കിട്ടുമോ? ഗീതയിൽ നിന്ന് കിട്ടുമോ? ഭാഗവത സപ്താഹത്തിൽ നിന്ന് കിട്ടുമോ? ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമോ? ഉറൂസിൽ നിന്ന്, വയത് പറച്ചിലിൽ നിന്ന്, മതപ്രഭാഷണങ്ങളിൽ നിന്ന് കിട്ടുമോ? ആളുകൾ പരക്കി ഓടുകയാണ് ധാർമ്മികതയുണ്ടാക്കാൻ. പക്ഷേ പള്ളികൾ കൂടുന്നോ, അമ്പലം കൂടുന്നോ, പ്രാർത്ഥന കൂടുന്നോ, ഉത്സവങ്ങൾ കൂടുന്നോ? ധാർമ്മികത കൂടുന്നുണ്ടോ? ഇല്ല, ധാർമ്മികത കുറയുന്നു. എന്ത് പറ്റി? ഈ ധാർമ്മിക മൂല്യങ്ങളെല്ലാം ഖുറാനും ബൈബിളും ഗീതയും പള്ളിയും അമ്പലവും ഒക്കെ അതിൻ്റെ മേൽത്തട്ടാണ്. അതിൻ്റെ അടിത്തറയായിരിക്കുന്ന ഒരു ധാർമ്മികതയുണ്ട്. സത്യത്തോടും സ്നേഹത്തോടും ദയോടും കൂടി ജീവിക്കുന്ന ആ ധാർമ്മികതയുണ്ടാക്കുന്ന മഹാപുരോഹിതൻ നിങ്ങളാണ്, അമ്മയാണ്, അച്ഛനാണ്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ നാട്ടിൽ ഉണ്ടായ ഒരു സംഭവം. റോഡ് സൈഡിൽ നിർത്തിയിട്ടിട്ട് ലോട്ടറി വെക്കുകയാണ് ഒരു കാറ്. ഒരു ഓട്ടോറിക്ഷ വന്നിട്ട് ഒരൊറ്റ അടിയ. ബഹളം കേട്ട് ഞങ്ങൾ ഓടിച്ചെല്ലുമ്പോൾ കാണുന്നത് 2 ഡ്രൈവർക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ വണ്ടി 2ഉം പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കൊണ്ടക്കുത്തി ഓട്ടോ ഡ്രൈവർ ചാടി ഇറങ്ങിയിട്ട് കാറിൻ്റെ ഡ്രൈവറെ അടിക്കാൻ നോക്കുക. എന്താടാ, റോഡ് സൈഡിൽ കുറച്ച് അടുപ്പിച്ച് വെച്ചൂടെ? ഇവൻ കൊണ്ട് കുത്തുക, എന്നിട്ട് അടി അങ്ങോട്ട് കൊടുക്കുക. മനസ്സിലായോ? ഇത് എവിടുന്നാ പഠിച്ചേ? നിങ്ങളറിയാതെ, അമ്മയും അച്ഛനും അറിയാതെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഓരോ ചെറിയ സംഭവവും കുട്ടിയുടെ ധാർമ്മികതയുടെ ഫിലോസഫിയായി മാറുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? ഈ കുട്ടി ചെറിയ കുട്ടി വീട്ടിൽ നിന്ന് ഓടി കളിക്കുകയാണ്. അമ്മ ദോശ ഇടുകയാണ്. ഇവൻ്റെ തല കൊണ്ടുപോയിട്ട് മേശക്ക് കുത്തി. ഇവൻ്റെ നിലവിളി കേട്ടിട്ട് അമ്മ ചട്ടുവം വരെ താഴെ വെക്കാതെ ഓടി വന്നു. എൻ്റെ തല കുത്തിയെന്ന് പറഞ്ഞ് കരയുന്നു. തടവി കൊടുത്തിട്ടൊന്നും കരച്ചൽ നിർത്തുന്നില്ല. പയ്യൻ കരയുന്നു, ദോശ കരിയുന്നു. എന്തു ചെയ്യും? അമ്മമാർ ഉപയോഗിക്കുന്ന ഒരു സൂത്രപ്പണിയുണ്ട്. ഏത് മേശക്കാടാ കുത്തിയെ? ആ മേശക്ക് ഒരടി വെച്ച് കൊടുത്തു. മേശക്ക് എന്താ മേശ എൻ്റെ കുട്ടീനെ വേദനിപ്പിച്ച്. അപ്പം കുട്ടിക്ക് സന്തോഷമായി, അമ്മക്ക് സമാധാനമായി, ബാക്കി ദോശ ഇട്ടു. പക്ഷെ ഇവൻ എന്താ പഠിച്ച ഫിലോസഫി എന്താ? ഇവന് 100% ഉറപ്പാ മേശ ഇങ്ങോട്ട് വന്ന് കുത്തിയതല്ല, ഞാൻ അങ്ങോട്ട് പോയി കുത്തിയതാ. എന്നാലും അടി അങ്ങോട്ട് കൊടുക്കണം. പഠിച്ച ചെറിയ വിഷയം. ഓരോ കൊച്ചു സംഭവങ്ങളിലൂടെയും ധാർമ്മിക മൂല്യങ്ങൾ കുട്ടികളിൽ നെഗറ്റീവായി രൂപപ്പെടുക. ധാർമ്മിക മൂല്യം ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ കുടുംബ സദസ്സുകൾ തിരിച്ചു പിടിക്കണം. വരാന്തകൾ തിരിച്ചു പിടിക്കണം. അടഞ്ഞ വാതിലുകളാണ് മിക്ക വീട്ടിനും. ബെഡ്റൂമുകളിലേക്ക് ചുരുങ്ങിയാണ്. എത്ര വിശ്വം ഭവത്യേകനീടം എന്നത് എത്ര വിശ്വം ഭവത്യാത്മനീടം. ലോകം എത്ര വലുതായാലും ഒരു കൂട്ടിലെ പക്ഷികളാണെന്ന ധാരണ ഇപ്പോൾ അവനവനാകുന്ന കൂട്ടിലെ പക്ഷികളാവുന്നു. കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയുണ്ട്. കണ്ണെടുത്ത് കുപ്പായ കീശയിലിട്ട്, കാതെടുത്ത് കമിഴ്ത്തി വെച്ച്, തലയെടുത്ത് വയറ്റിൽ തിരികി, നാവെടുത്ത് പുറത്തിട്ട്, നാടെല്ലാം നടക്കുന്നതവനവനവനോ, നാടെല്ലാം നടക്കുന്നതിവനിവനിവനോ. കണ്ണ് കുപ്പായ കീശയിലാണ്, പൈസേനെ പറ്റി മാത്രം ചിന്ത. പണോർ ബ്രഹ്മ, പണോർ വിഷ്ണു, പണോർ ദേവോ മഹേശ്വര, പണം സാക്ഷാൽ പരബ്രഹ്മ, തസ്മൈ ശ്രീ പണമേ നമ. ഇതാ പ്രധാനമന്ത്രി. പണം പണം പണം.
കാത് കമിഴ്ത്തി വെച്ചിരിക്കുന്നു. ലോകത്തെന്ത് സംഭവിച്ചാലും എനക്കൊന്നും അറിയില്ല രാമനാരായണ. ഉക്രൈനിൽ റഷ്യ ആക്രമിച്ചിട്ടുണ്ട്, അതിനെന്താ ഞാൻ വേണ്ടേ? എൻ്റെ വീട്ടിൽ നിന്ന് ആരും MBBS പഠിക്കാൻ ഉക്രൈനിൽ പോയിട്ടില്ല, ഞാനെന്തിനു ശ്രദ്ധിക്കുന്നു? തലയെടുത്ത് വയറ്റിൽ തിരികുന്നു. ബുദ്ധി തിന്നേണ്ട കാര്യത്തെപ്പറ്റി മാത്രം. അൽഫാം, ചിക്കൻ കടായി, 65 ഇതിനെപ്പറ്റി മാത്രം ചിന്ത. നാവെടുത്ത് പുറത്തിടുന്നു, പാചകടിക്ക് ഒരു കുറവില്ല. അങ്ങനെ നടക്കുന്നൊരു പുതിയ തലമുറ വരുമ്പോൾ ധാർമ്മിക മൂല്യങ്ങൾ എവിടെ പോകുന്നു? ഖുറാനും ബൈബിളും ഈ കുട്ടിയുടെ ഹൃദയത്തിൽ ചേരണമെങ്കിൽ ആ ഹൃദയം ആദ്യം ധാർമ്മിക മൂല്യങ്ങൾ കൊണ്ട് നനക്കണം. നിങ്ങൾ സിമെന്റ് ഇടുമ്പോൾ ആദ്യം ചുമര് നനക്കുന്നുണ്ടില്ലേ? നനവില്ലാത്ത ചുമരിൽ സിമെന്റ് പറ്റിച്ചാൽ അത് അടന്നു പോരും. ഈ ധാർമ്മിക മൂല്യങ്ങളുടെ ഒക്കെ ആ കുട്ടിയുടെ ഹൃദയത്തിൽ പറ്റണമെങ്കിൽ ഹൃദയം സത്യവും സ്നേഹവും ദയയും കൊണ്ട് നിറയ്ക്കുക. അത് കുടുംബത്തിൽ നിന്നുണ്ടാക്കണം. അതാണ് സ്പിരിച്വൽ ക്വഷ്യന്റ്. ഇനിയൊരു സാധനമുണ്ട്, DQ. ഈ DQ എന്നാണെന്ന് പറയുന്നതിന് മുമ്പേ ഞാനൊരു ചോദ്യം, ഒരു കണക്ക് കൂടി ചോദിക്കാം. കണക്ക്, നമ്മുടെ കണക്കുകളെല്ലാം 10ന്റെ പെരുക്കങ്ങളല്ലേ? 0 ഇടുന്തോറും 10ന്റെ പെരുക്കം. 1 കഴിഞ്ഞാൽ നെക്സ്റ്റ് ലാൻഡിങ് 10ലാണ്, അതിൻ്റെ 100ലാണ്, 1000ലാണ്. 10ന്റെ ഗുണിതങ്ങളാണ് മലയാളത്തിലെ കണക്ക്. 1, 10, 100, 1000, 10000. അത് ഇംഗ്ലീഷിലും 10 തന്നെയാണ്. 1, 10, 100, 1000. ഹിന്ദിയിലും 10 തന്നെ. 1, 10, 100, 1000. സംസ്കൃതത്തിലും 10 തന്നെ. 1, ദശം, ശതം, സഹസ്രം, അയുധം. അറബിയിലും 10, ഫ്രഞ്ചിലും 10, ജർമ്മനിയിലും 10, ചിലിയൻ ഭാഷയിലും 10, ആഫ്രിക്കൻ ഭാഷയിലും 10. ചെന്തറയെ ലോകത്തെ പല ഭാഷകൾ ദൈവത്തിന് പോലും പല പേരാ. പക്ഷെ കണക്കല്ല എന്താ 10. ഏതെങ്കിലും ഒരു ഭാഷയിൽ 9ന്റെ പെരുക്കായില്ല, ഏതെങ്കിലും ഒരു ഭാഷയിൽ 11ന്റെ പെരുക്കായില്ല. എന്തായിരിക്കും? 10ന് ഇത്ര. നമ്മുടെ മലയാളത്തിൽ സമ്പത്തില്ലേ, സമ്പത്ത്, അത് കൂട്ടിവെച്ച സാധന 10,000. എന്താ ഈ 10ന് ഇത്ര പ്രാധാന്യം വന്നേ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 10ന് ഇത്ര പ്രാധാന്യം വരാൻ കാരണം സിമ്പിളാണ്. ലോകത്ത് ഏത് ഭാഷ സംസാരിക്കുന്നവരും കണക്ക് എണ്ണാൻ പഠിച്ചത് വിരലുമല എണ്ണീറ്റാ. എല്ലാവർക്കും 10 വിരല എണ്ണാൻ പഠിച്ച വിരലുമല. പുരാകവീനാം ഗണനാപ്രസംഗേ കനിഷ്ഠികാധിഷ്ഠിത കാളിദാസ. പുരാണ കവികളുടെ എണ്ണം എടുക്കുമ്പോൾ കാളിദാസന്റെ സ്ഥാനം കനിഷ്ഠികയിലാണ്. കനിഷ്ഠിക എന്ന് പറഞ്ഞാൽ ഈ വിരൽ, ഇതല്ലേ നമ്പർ 1. കാളിദാസൻ നമ്പർ 1 ആണ് എന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ച ശ്ലോക. വിരലാണ്, 10 വിരലാണ്. 2 കണ്ണാണ് എല്ലാ മതക്കാർക്കും, 2 കാതാണ്. ഞാനിങ്ങനെ അത്ഭുതപ്പെടുന്നത്, യഹോവ സൃഷ്ടിച്ച യഹൂദന്മാര്, ബ്രഹ്മാവ് സൃഷ്ടിച്ച ഹിന്ദുക്കള്, കർത്താവ് സൃഷ്ടിച്ച ക്രിസ്ത്യാനികള്, അള്ളാഹു സൃഷ്ടിച്ച മുസ്ലിങ്ങള് എല്ലാം. പക്ഷേ ഈ അവയവങ്ങളുടെ കണ്ണെല്ലാം കണക്കാ. ഇതെങ്ങനെ സോഫ്റ്റ്വെയർ ഇവർ ഷെയർ ചെയ്തു ഈ സൃഷ്ടിക്കുമ്പോൾ? യഹോവ അത് വാട്സപ്പിൽ ഇട്ട് കൊടുത്തു ബ്രഹ്മാവിന്, ഇങ്ങനെയാ കോലം. അങ്ങനെ ബ്രഹ്മാവ് അതേ സോഫ്റ്റ്വെയറിൽ ഡെവലപ്പ് ചെയ്തു, ഹിന്ദുക്കളെ ഉണ്ടാക്കി. അത് മെസ്സഞ്ചറിൽ ഇട്ട് കൊടുത്തു കർത്താവിന്. കർത്താവ് ഉടൻ തന്നെ അത് അള്ളാഹുവിന് ഇൻസ്റ്റയിൽ ഇട്ട് കൊടുത്തു. അങ്ങനെയാണോ? അല്ലല്ലോ. ഓർത്താലൊരൊറ്റ തറവാട്ടുകാർ നാം. ന്യൂട്രൽ മാനവികത നമ്മുടെ കുട്ടികൾ ഉണ്ടാവണം. ഒരു മൃഗത്തിനും താൻ പോത്താണെന്നറിയുന്ന പോത്തില്ല, താൻ പശുവാണെന്നറിയുന്ന പശുവില്ല, താൻ പൂച്ചയാണെന്നറിയുന്ന പൂച്ചയില്ല. താൻ മനുഷ്യനാണെന്നറിയുന്നവൻ മാത്രമാണ് മനുഷ്യൻ. പക്ഷെ ഒരു നേരം പോലും താൻ മനുഷ്യനാണെന്ന് ചിന്തിക്കാതെ ഞാൻ ഏത് പാർട്ടിക്കാരനാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ഹിന്ദു ആണെന്ന് മാത്രം ചിന്തിക്കുക, മനുഷ്യനാണെന്ന് ചിന്തിക്കുന്നില്ല. വൈവിധ്യങ്ങളെ പൊരുത്തപ്പെടാനുള്ള മനസ്സില്ല, ഡൈവേഴ്സിറ്റി ക്വഷ്യന്റ്. പല രൂപത്തിൽ ഈ ഭൂമിയിലെ മനുഷ്യന്മാരെല്ലാം ഒരേ രൂപത്തിലാണെങ്കിൽ കാവ്യമാധവനും മഞ്ജു വാര്യർക്കും എന്തെങ്കിലും വിലയുണ്ടാവുമോ? എല്ലാവരും ഒരേ രൂപമാണെങ്കിൽ. സൗന്ദര്യത്തിൻ്റെ സങ്കല്പങ്ങളുണ്ട്. സ്ത്രീകൾക്ക് വലിയ കണ്ണാണ് സൗന്ദര്യം, അതുകൊണ്ട് വിശാലാക്ഷി. ആണുങ്ങൾക്ക് ചെറിയ കണ്ണാണ് സൗന്ദര്യം, അതുകൊണ്ട് കുഞ്ഞിക്കണ്ണൻ. മനസ്സിലായോ അല്ലേ? ഈ സൗന്ദര്യ സങ്കല്പം തന്നെ വ്യത്യസ്തത. പ്രതിജന ഭിന്ന വിചിത്രമാർഗികളാണ് ആശാന്റെ വരിയ. ഓരോ ആളും വ്യത്യസ്തരാ. അത് രൂപം മാത്രമല്ല, വേഷം മാത്രമല്ല, ഭാഷ മാത്രമല്ല, ശബ്ദം മാത്രമല്ല, എല്ലാം വ്യത്യസ്തമാണ്. നമ്മളെ മുണ്ടുടുപ്പില്ലേ, മലയാളീൻ്റെ മുണ്ടുടുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാടെ കുത്തിയാടെ നിൽക്കൂ. ഉത്തരേന്ത്യക്കാർക്ക് അത്ഭുതമാണ്. അവർ ഉടുത്തിട്ട് നടുക്കൂട്ട പാർട്ടീഷൻ ചെയ്ത് ബേക്ക് കുത്തി ഒരു ചരടും കെട്ടിയാൽ ധൈര്യമുള്ളൂ പുറത്തിറങ്ങാൻ.
ഞാൻ പൂനെയിൽ ഹിവരെ ബസാർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിനെ പറ്റിയിട്ട് 100% BPL ഇല്ലാത്ത 100% APL 10 കൊല്ലം കൊണ്ട് 87% BPL കുടുംബങ്ങൾ 100% APL കുടുംബങ്ങളായ പഞ്ചായത്തിനെ പറ്റി പഠിക്കാൻ ഒരു 2-3 ദിവസം അവിടെ പോയി താമസിച്ചിരുന്നു. പൂനെ ജില്ലയിലെ ഹിവരെ ബസാറിൽ. ഞാൻ ഈ കിളിയുടെ പഞ്ചായത്തിൻ്റെ ഫാക്കൽറ്റി ആയതുകൊണ്ട് അങ്ങനെ പോയതാണ്. അവിടെ പോയിട്ട് ഞങ്ങൾ കുളത്തുനിന്ന് കുളിക്കുമ്പോൾ ഒരു അത്ഭുതത്തോടെ ഞങ്ങളെ നോക്കുക. ഇതെന്താടാ ഇവർ കുളിക്കുന്ന കണ്ടിട്ടില്ലേ? നോക്കുമ്പോൾ അന്വേഷിച്ചപ്പോഴാണ് കുളിക്കുന്നതല്ല അവർ നോക്കിയത്. ഈ മുണ്ട് മാറ്റുന്ന സൂത്രം ആ സാങ്കേതിക വിദ്യ ആർക്കറിയില്ല എന്ന് പറഞ്ഞാൽ അവരൊന്ന് അയച്ചിട്ടിട്ടേ വേറി കൊടുക്കൂ. നമ്മൾ തോർത്തുടുക്കലും മുണ്ടയക്കലും ഒരേ സമയം ചെയ്യും. അതിൻ്റെ സൂത്രം അവർക്കറിയില്ല. തോർത്തങ്ങ് ചുറ്റി മുണ്ടങ്ങ് ചൊട്ടി വലിക്കലില്ലേ, അതെന്ത് പരിപാടിയാ? എന്തെല്ലാം വർണ്ണങ്ങൾ, ഏതെല്ലാം ഗന്ധങ്ങൾ, ഏതെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ, അതുപോൽ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ. നമ്മൾ ഇന്ത്യക്കാരാണ്. പല മതവും പല ജാതിയും പല വേഷവും പല ഭാഷയും പല ആചാരങ്ങളും ഉണ്ട്. അതിനോടെല്ലാം പൊരുത്തപ്പെടാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, അസഹിഷ്ണുത വളർത്തിയാൽ കലാപങ്ങളുടെ ഇരയായി മാറും നമ്മുടെ കുട്ടികൾ. എല്ലാറ്റിനോടും സ്നേഹിക്കാൻ, എല്ലാറ്റിനോടും പൊരുത്തപ്പെടാൻ പഠിപ്പിക്കുക. അതാണ് വേണ്ടത്. ദൈവത്തിൻ്റെ പേരിൽ പുറത്തുള്ള വെറുപ്പ്, ദൈവം എന്ന് പറഞ്ഞാൽ വെറുക്കാനാണോ സ്നേഹിക്കാനാണോ? സ്നേഹിക്കാനല്ലേ. ദൈവം എവിടെയാ? ഒരു ഓഷോ എഴുതിയൊരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവത്തിൻ്റെ അടുത്ത് സ്ഥിരം പ്രാർത്ഥനയും സ്ഥിരം പരാതിയായിട്ട് മനുഷ്യന്മാരെ കൊണ്ട് ഭയങ്കര ഉപദ്രവം. ആര്? ദൈവം. ദൈവം പ്രപഞ്ചത്തിൽ പല മൂലക്കും പോയി ഒളിച്ചു. അവിടെ എല്ലാം ഇവൻ അന്വേഷിച്ചെത്തി. അവസാനം ദൈവത്തിൻ്റെ സഹചരായ ഒരാൾ പറഞ്ഞു, നിങ്ങളൊരു സൂത്രം, മനുഷ്യൻ ഒരിക്കലും അന്വേഷിക്കാത്തൊരിടമുണ്ട്, അവിടെ പോയി ഒളിക്ക്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ശല്യം ഉണ്ടാവില്ല. അതെവിടെയാ? ഓൻ്റെ ഹൃദയത്തിൽ പോയി ഒളിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തിൽ പോയി. ഇവിടെ ദൈവവും വെച്ചിട്ട് പരക്കി ഓടുക. പരക്കി ഓടുക. നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുമ്പോൾ കയ്യിലെ പ്രധാനപ്പെട്ട വിരൽ ഇതല്ലേ? ഇതല്ലേ ലൈക്ക് അടിക്കുന്ന വിരൽ? ഇതല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ്? ബാക്കി 4 മെമ്പർമാരാ. ഈ വിരൽ തൊഴുമ്പോൾ ആ വിരലല്ലേ പ്രധാനം? അങ്ങോട്ട് ഇങ്ങനെയാണോ തൊഴുന്നത്? ഇങ്ങോട്ടാ? ഇവിടെയല്ലേ? ഇവിടെ മാത്രമല്ല, ഇവിടെയുണ്ട്. അതാ തൊഴുതാ ഇങ്ങനെയില്ലേ? മേലേക്കാവിലും താഴേക്കാവിലും. ഇവിടെയാണ് ഒരു ദേവൻ വാഴും ക്ഷേത്രം, ഓർമ്മകൾ കുടിയേറും ക്ഷേത്രം, ഉദയം പോലൊളി തൂകും ക്ഷേത്രം, ഹൃദയത്തിലൊരു ക്ഷേത്രം. ഇവിടെ ഉത്സവം നടത്തണം. ഈ ഹൃദയത്തിൽ ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടത്താറുണ്ടിവിടെ, സ്വപ്നങ്ങൾ ആഘോഷം നടത്താറുണ്ടിവിടെ, മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ടിവിടെ, ചിന്തകൾ മുഴുക്കാപ്പു ചാർത്താറുണ്ടിവിടെ, മുറജപമില്ലാത്ത നടപ്പന്തലില്ലാത്ത പഴയ ഗുഹാക്ഷേത്രം, മാനവ ഹൃദയം ദേവാലയം. ഈ ബോധ്യം കുട്ടികളെ പഠിപ്പിക്കേ. ഈ ദേവാലയം തുറക്കാൻ പഠിപ്പിക്കേ. അവിടെയാണ് തിരുഹൃദയം. അവിടെയാണ് ഹനുമാൻ രാമനെ കാട്ടിക്കൊടുത്തത്. രാമ രാമ എന്ന് ജപിക്കുന്നത് രാമന്റെ കൊട്ടാരം അമ്പലം വലുതാവാനല്ല. രാമരാമ എന്ന് ജപിക്കുന്നത് രാശബ്ദോച്ചാരണ മാത്രേണ മുഖാൻ നിര്യന്തി പാതക പുനഃപ്രവേശ ഭീദ്യാജ മകാരശ്ച കവാടവേൽ. രാ എന്നുച്ചരിക്കും വേളയിൽ എല്ലാ പാപങ്ങളും പുറത്തു പോകുന്നു. പുറത്തുപോയ പാപങ്ങൾ തിരിച്ചുള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ എന്ന് വായ പൂട്ടുന്നു. രാമ രാമ മന്ത്രത്തിൻ്റെ അർത്ഥം ഇത് ശുദ്ധീകരിക്കല. മനസ്സിലായോ? ഒന്നും അറിയില്ല. ഈ പ്രാർത്ഥിക്കുന്ന അമ്പലത്തിൽ പോകുന്നവർക്ക് അന്തരാർത്ഥം അറിയാതെ പുറത്തുള്ള കെട്ടുകാഴ്ചകൾ മാത്രം നോക്കുക. ഹരിവരാസനം വിശ്വമോഹനം കേട്ടിട്ടില്ലേ? ഹരിവരാസനത്തിൻ്റെ അർത്ഥം അറിയുന്ന ആരും കൊണ്ട് ഇവിടെ ഒന്ന് കൈപൊക്കിയ. എന്താ ഈ ഹരിവരാസനം? ഒരാൾക്കും അറിയില്ല. അതാ പറഞ്ഞേ, നമ്മുടെ കുട്ടികളെ ദൈവവിശ്വാസികളാകുമ്പോൾ ദൈവവിശ്വാസത്തിൻ്റെ മൂല്യം പഠിപ്പിക്കുക. ആ മൂല്യത്തിലെത്തിയാൽ പിന്നെ എല്ലാ മതത്തോടും എല്ലാ മനുഷ്യരോടും ഇഷ്ടം വരിക. ഇർഹമും മൻഫിസ് സർലി ജമീ അൻ ഇർഹമുക്കും മൻഫിസ് തുവാ. അള്ളാഹുവിൻ്റെ പടപ്പുകളോട് കരുണ കാണിച്ചാലേ
അള്ളാഹുവിന്റെ കരുണയ്ക്ക് പാത്രമാകൂ എന്നാണ് ഹദീസ് പറഞ്ഞത്. യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭുഞ്ചതേ ത്വകം പാപാത് യേ പചന്ത്യാത്മകാരണാത്. മറ്റുള്ള അവനവൻ്റെ കലത്തിൽ അവനവന് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നവൻ ഉണ്ണുന്നത് മഹാപാപത്തെയാണ്. അതുകൊണ്ട് കൊടുത്തതിൻ്റെ ബാക്കി തിന്നുന്നവനാണ് എല്ലാ പാപവും ഇല്ലാതാക്കുന്നതെന്ന ഭഗവത്ഗീത. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അയൽക്കാരനെ സ്നേഹിക്കുക എന്നല്ല പറഞ്ഞതിൻ്റെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നിന്നെപ്പോലെ എന്നാണ്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാതെ അമ്പലത്തിൽ പോയിട്ട് പരീക്ഷേൻ്റെ റിസൾട്ട് വരുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം അവിടെ പോയിട്ടൊരു ചന്ദനത്തിരി കത്തിച്ചോ, അവിടെ പോയിട്ടൊരു പ്രസാദം കഴിപ്പിച്ചോ. അപ്പം ഇവൻ വിചാരിക്കും ഞാൻ പ്രസാദം കഴിപ്പിച്ചാൽ ദൈവം അവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്ത് ടാബുലേഷൻ ഷീറ്റെല്ലാം ആയിട്ടുണ്ട്, അവിടെ പോയി ഇടപെട്ടിട്ട് A+ ആക്കി തരുന്ന ആളാ ദൈവം എന്നല്ലേ ഇവൻ വിചാരിച്ചേ അല്ലേ? പരീക്ഷയ്ക്ക് പോകുമ്പം പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു ശരി, റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം ദൈവത്തിന് കൈക്കൂലി കൊടുത്താൽ ഇയാൾ പോയിട്ട് ശരിയാക്കുമോ? ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചില സൂത്രപ്പണികൾ ചെയ്യുന്ന ആളാണ് ദൈവമെന്ന് തെറ്റിദ്ധരിപ്പിച്ചു. അതുകൊണ്ട് ഡൈവേഴ്സിറ്റി കോഷ്യന്റ്, എല്ലാറ്റിനോടും പൊരുത്തപ്പെടാനും തിരുത്തപ്പെടാനും ഉള്ള കരുത്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇനിയുള്ള കാലം നല്ലതല്ല. ഇനിയുള്ള കാലം നമ്മുടെ ഭാരതത്തിൽ എന്തൊക്കെയായി ഇനി സംഭവിക്കാൻ പോകുന്നു ആർക്കും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അത്രയും അകന്നു പോകുന്നു മനുഷ്യർ. അവിടെ നമ്മുടെ മക്കൾ ഒരു വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കലാപത്തിൻ്റെയും ഇരയോ പ്രതിയോ ആകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഡൈവേഴ്സിറ്റി കോഷ്യന്റ്, ഇനി സോഷ്യോ കോഷ്യന്റ്, സാമൂഹ്യ ബന്ധം ഉണ്ടാവണം. എല്ലാം എൻ്റെ വീട്, എൻ്റെ റോഡ്, മതി. അതിനപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ശബ്ദം തന്നത് ഈ സമൂഹമാണ്. ഈ സമൂഹം തന്നതാണ് നമുക്കെല്ലാം. ആ സമൂഹത്തിലേക്ക് ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി അത്തരത്തിലുള്ള കൂട്ടായ്മ, സാമൂഹ്യ ബന്ധം വേണം. ഇനി അവസാനത്തെ ക്വഷ്യന്റ് എക്കോ ക്വഷ്യന്റ്. എന്തുകൊണ്ടാണ് നമ്മൾ മീട്ടുകൊട്ടയിട്ടെ? മീട്ടുകൊട്ട എന്ന് പറഞ്ഞാൽ അറിയില്ല അല്ലേ? ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവും. മാസ്കിൻ്റെ എൻ്റെ നാട്ടിൽ പറയുന്ന മലയാളം വാക്കാ മീട്ടുകൊട്ട. മാസ്ക് ഇടേണ്ടി വന്നത് കോവിഡ് വന്നിട്ടാണ്. കോവിഡ് വന്നത് കൊറോണ എന്ന് പറയുന്ന വൈറസ് പുതിയതല്ല, പണ്ടേ ഉണ്ട്. അത് ജനിതകമാറ്റം വന്നതുകൊണ്ടാണ് കോവിഡ് ആയത്. ജനിതകമാറ്റം വന്നത് എന്തുകൊണ്ടാ? ആവാസ വ്യവസ്ഥയിൽ സർഗലയ താളങ്ങൾ തെറ്റിയപ്പോൾ. ONV കുറുപ്പ് 50 കൊല്ലം മുമ്പ് എഴുതി വെച്ചു, ഭൂമിക്കൊരു ചരമഗീതത്തിൽ സർഗലയ താളങ്ങൾ തെറ്റുന്നു, ജീവരഥ ചക്രങ്ങൾ ചാലിലുറയുന്നു. സർഗത്തിൻ്റെ ലയതാളം തെറ്റിയപ്പോൾ ജീവരഥ ചക്രം ചാലിലുറയും. നാം മനസ്സിലായോ? ജീവരഥ ചക്രം ചാലിലുറയുന്ന എന്താന്ന് മനസ്സിലായോ? ലോക്ക്ഡൗണ് എല്ലാം ഉറഞ്ഞു നിന്നുപോയില്ലേ? 50 കൊല്ലം മുമ്പ് ഇയാൾ എഴുതി വെച്ചു. ആവാസ വ്യവസ്ഥ തകർന്നു. ആവാസ വ്യവസ്ഥ തകരാൻ കാരണം കാലാവസ്ഥാ വ്യതിയാനം കാരണം ആഗോളതാപനത്തിന് കാരണം ഹരിതഗൃഹവാതകങ്ങൾ അമിതമായിട്ട് അന്തരീക്ഷത്തിൽ വിട്ടതാണ്. ആര്? നമ്മളല്ലേ. അപ്പോൾ ഈ പ്രകൃതിയെ സ്നേഹിക്കേണ്ടത് ആർക്ക് വേണ്ടിയാ? നമുക്കും നമ്മുടെ അനന്തര തലമുറക്കും വേണ്ടിയാ. ഒരു പ്ലാസ്റ്റിക് കുപ്പി റോഡിൽ വലിച്ചെറിയുമ്പോൾ പിടിക്കണം ചെവി. ആ പ്ലാസ്റ്റിക് കുപ്പി ആ മണ്ണിൽ പ്ലാസ്റ്റിക് മരിക്കില്ല, പക്ഷെ പ്ലാസ്റ്റിക് കൊണ്ട് മണ്ണ് മരിക്കും എന്നവനെ പഠിപ്പിക്കണ്ടേ? പ്ലാസ്റ്റിക് ഒരിക്കലും മരിക്കില്ല, പ്ലാസ്റ്റിക് കൊണ്ട് മണ്ണ് മരിക്കും. അത് തോട്ടിലെറിയുമ്പോൾ ആ വെള്ളം ഒഴുകി കടലിൽ പോയിട്ട് ആ കടലിൽ നിന്ന് പകുതി മാത്രമല്ലേ വെള്ളത്തിൽ മുങ്ങൂ, ബാക്കി സൂര്യൻ്റെ പ്രകാശം കൊണ്ട് ചൂടായിട്ട് പൊടിഞ്ഞിട്ട് കടലിലടിയുകയും ആ കടലിലുള്ള മത്സ്യത്തിൻ്റെ വയറ്റിൽ പോവുകയും അത് നമ്മുടെ വീട്ടിലെത്തുകയും നമുക്ക് തന്നെ ക്യാൻസറായി മാറുകയും ചെയ്യും എന്ന് അവനെ പഠിപ്പിക്കണം. എക്കോ കോഷ്യൻ്റ് വേണം. അപ്പോൾ 7 കോഷ്യൻ്റ്: IQ ഇൻ്റലിജൻസ് കോഷ്യൻ്റ്, EQ ഇമോഷണൽ കോഷ്യൻ്റ്, PQ പാഷണൽ കോഷ്യൻ്റ്, SQ സ്പിരിച്വൽ കോഷ്യൻ്റ്, DQ ഡൈവേഴ്സിറ്റി കോഷ്യൻ്റ്, SQ സോഷ്യോ കോഷ്യൻ്റ്, EQ എക്കോ കോഷ്യൻ്റ്. ഈ 7 കോഷ്യൻ്റുകൾ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ മാഷന്മാർക്ക് മാത്രം കഴിയില്ല. കാരണം അവരെ മുമ്പിൽ 6 മണിക്കൂറാ കുട്ടി കിട്ടുന്ന, ബാക്കി 18 മണിക്കൂറും കുട്ടി നിങ്ങളുടെ വീട്ടിലാണ്. അവിടുന്ന് നിങ്ങളുടെ വാക്ക്, നോക്ക്, നടപ്പ്, എടുപ്പ്, ശബ്ദം, അതൊക്കെ പ്രധാന. കുട്ടി നിങ്ങളുടെ ശബ്ദത്തെ നാദമാക്കൂ, നിങ്ങളുടെ വീട്ടിൽ സ്വൈര്യമുണ്ടാകും.
നിങ്ങൾ രാവിലെ ഉപയോഗിക്കുന്ന ശബ്ദം ഏതാ? സ്കൂൾ വണ്ടി വരേണ്ട സമയമായിട്ടും ചെക്കൻ എഴുന്നേറ്റിട്ടില്ല, അടുപ്പത്ത് കറിയൊന്നും ആയിട്ടില്ല, ആകെ ടെൻഷൻ അടിക്കുമ്പോൾ ചെക്കൻ എഴുന്നേറ്റില്ല. രാവിലെ തന്നെ രാക്ഷസീയമായ ശബ്ദമാ. ഈ ശബ്ദം കേട്ട് അവൻ അന്ന് രാക്ഷസനെയാവൂ. കുട്ടികളെ ഉണർത്താൻ 10ാം ക്ലാസ് വരെ കുട്ടികളെ ഉണർത്താൻ അടുത്തു പോയിരുന്നിട്ട് അവൻ്റെ നെറ്റിയിൽ വീണിരിക്കുന്ന മുടിയിഴകളൊന്ന് മാടി ഒതുക്കിയിട്ട് അവനെ ഒന്ന് ശരീരത്തിൽ കൈവെക്ക്, എന്നിട്ട് മോനെ ഒരു ലൈവിലെ ആ വിളിക്കണം. ഡാ എന്നും അല്ല, മോനെ മോളെ മെല്ലെ വിളിച്ചുണർത്ത്, പ്രഭാതത്തെ കാട്ടിക്കൊടുക്ക്. രാവിലെ തന്നെ കോലാഹല വീടാകരുത്, സമാധാന വീടാക്. അത്തരത്തിൽ നമ്മുടെ കുട്ടികളെ കാം ആൻഡ് ക്വയറ്റാക്കി വളർത്തിയെടുക്കുക. അവര് നിങ്ങൾ മനസ്സിലാക്കണം, അവർ നിങ്ങളുടെ അടിമകളല്ല. ഓരോ കുട്ടിയും ഒരു വ്യക്തിത്വത്തിന്റെ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന അനുസരിച്ചോളണമെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും, പക്ഷെ എപ്പോഴും അടിമയാക്കരുത്. ഞാൻ ചില രക്ഷിതാക്കളുടെ വീട്ടിൽ നിന്നുള്ള കുട്ടികളോടുള്ള പെരുമാറ്റം കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഈ കുട്ടികൾ പോയിട്ട് വീണ്ടും ഈ വീട്ടിൽ തിരിച്ചു വരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? വേറെ പോവാൻ സ്ഥലമില്ല എന്നിട്ടാ കേട്ടോ. ജീവിതത്തിൽ ഏറ്റവും രസകരമായ പ്രായത്തിലാണ് അവർ, ഓടി കളിച്ച് നടക്കേണ്ട പ്രായത്തിലാണ്. ഈ ക്ലാസ് റൂമിൻ്റെ ചുമരുകൾക്കുള്ളിൽ അവർ 6 മണിക്കൂർ ഇരുന്ന് തരുന്നില്ലേ? അവർ പരീക്ഷ എഴുതി തരുന്നില്ലേ? എന്നിട്ടും അവരെ വീണ്ടും വീണ്ടും പീഡിപ്പിച്ചിട്ട് ഉപദ്രവിച്ചിട്ട് അവരുടെ ബാല്യത്തിൻ്റെ ആസ്വാദ്യത. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. അവർക്ക് ആ സമയത്ത് ആ കുട്ടിക്കാലം കൊടുക്ക്, ആ കുട്ടിക്കാലം അവർക്ക് കൊടുക്ക്, ആസ്വദിക്കാൻ കൊടുക്ക്. അല്ലാതെ ഇങ്ങനെ ചട്ടവട്ടങ്ങൾക്കുള്ളിൽ ഞെരിഞ്ഞ് അമരുന്നതാവരുത്. ഞാനിപ്പോൾ ചിന്തിക്കാറുണ്ട്, ഇപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിൽ, ആ സ്കൂൾ LP സ്കൂൾ കെട്ടിടം വാടകക്കായിരുന്നു. അത് മാറി ആ സ്കൂളിന് സ്വന്തമായ സ്ഥലവും കെട്ടിടവും ഞാൻ ആടത്തെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. ആ സമയത്ത് ഞാൻ ഉണ്ടാക്കി കൊടുത്തു. നല്ല അടിപൊളിയാണ്. പക്ഷെ ഞാൻ പഠിച്ച ക്ലാസ് റൂം ഇപ്പോൾ ഒരു ക്ലാസ് പൊളിക്കാണ്ട് വെച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം പൊളിച്ചു. അത് ആ കെട്ടിടത്തിൻ്റെ ഉടമ എൻ്റെ പശുവിനെ കെട്ടുന്ന ആലയാണ്. എങ്കിലും ആ പ്ലാസ്റ്ററിങ് കഴിയാത്ത ആ ചുമരുകളിൽ ഞാൻ പോയി തൊടും. കാരണം അന്ന് പെൻസില് മുറിച്ചം കൂട്ടാൻ റേസർ ഇല്ല, കട്ടറില്ല. ഈ കല്ലിൻ്റെ ഓട്ടയിലിട്ടിട്ട് തിരിച്ചിട്ടാണ് മുറിച്ചം കൂട്ടുക. ആ കല്ലിൻ്റെ ഓട്ടയിൽ ഓരോ ആൾക്ക് ഓരോ കുഴിയുണ്ട്, ആ കുഴിക്കൊരു മിനുസമുണ്ട്. അതിലൊന്ന് തൊടുമ്പോൾ ഉണ്ടല്ലോ, ആ ബാല്യത്തിൻ്റെ സ്നിഗ്ധത അനുഭവിക്കുക. ആ ബാല്യം നിങ്ങൾ നിഷേധിക്കല്ലേ. നിങ്ങൾ അവരുടെ ബാല്യം നിഷേധിച്ചാൽ നിങ്ങളുടെ സർഗാത്മകമായ വാർദ്ധക്യം അവരും നിഷേധിക്കും. അവരുടെ ബാല്യം നിങ്ങൾ നിഷേധിച്ചാൽ നിങ്ങൾക്കൊരു സർഗാത്മക വാർദ്ധക്യമുണ്ട്. അത് നിങ്ങളെ ശപിച്ചിട്ടും ശകാരിച്ചിട്ടും അവരും നശിപ്പിക്കും. അതുകൊണ്ട് അവരുടെ ബാല്യം അവർക്ക് വിട്ടുകൊടുക്കുക. കുറച്ചൊന്ന് ഇടപെട്ടാൽ മതി. ഒഴുകുന്ന പുഴയിൽ മുറിച്ചപ്പുറം കടക്കാൻ പുഴയെ നേരെ മുറിച്ച് നീന്തരുത്, പുഴയോടൊത്തൊഴുകണം കുറച്ചു നേരം. അങ്ങനെ പുഴയോടൊത്തൊഴുകാൻ നമ്മുടെ ഓരോ കുട്ടിയും അത്ഭുത പ്രതിഭാസങ്ങളാണ്. ആ പ്രതിഭാസങ്ങളെ അത്ഭുതത്തോടെ നോക്കിക്കാണുക, അവൻ്റെ കണ്ണുകളിൽ നോക്കുക. ഇനി ഒറ്റൊരു പോയിന്റ് പറഞ്ഞ് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുക. ഒറ്റൊരു പോയിന്റ്, നിങ്ങളുടെ വീട്ടിലുള്ള കമ്മ്യൂണിക്കേഷൻ അത് സോഫ്റ്റനാക്കണം. എന്താണ് അതിൻ്റെ മാർഗം? സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. വീട്ടിലുള്ള കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാക്കാൻ എന്താ മാർഗം? കമ്മ്യൂണിക്കേഷൻ നന്നായാൽ എല്ലാം നന്നായി. നിങ്ങൾക്ക് പറയാനും കേൾക്കാനുമുള്ള ഒരു റേഷ്യോ പ്രകൃതി നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. എത്ര പറയണം, കുട്ടികൾ പറയുന്നത് എത്ര കേൾക്കണം. അറിയാമോ അതിൻ്റെ കണക്ക്? 1:2 എന്നാണ്, 1:2. കാരണം എന്താ അതിൻ്റെ തെളിവ്? പറയാൻ എത്രയാ നാവ്? 1, കേൾക്കാൻ എത്രയാ കാത്? 2. അപ്പോൾ പറയുന്നതിൻ്റെ ഇരട്ടി കേൾക്കണം. കുട്ടികൾ പറയുന്നത് കേട്ടിരിക്കുക. അവരെല്ലാം ഈ മൊബൈൽ ഫോണിൽ. അവരെ ഇനി ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റുമോ? അവരതിൻ്റെ അടിമകളായിപ്പോയി. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ എളുപ്പമല്ല. മൊബൈൽ ഫോൺ വരൂല, പോയി ഓനാകെ ഡിസ്പിരിയാവും. അതുകൊണ്ട് എന്ത് വേണം? മൊബൈൽ ഫോണിന് വേണ്ടിയല്ല നിന്റെ ജീവിതം, നിനക്ക് വേണ്ടിയാണ് മൊബൈൽ ഫോൺ എന്ന് എന്നോട് പറയണം. അതിന് വേണ്ടി എന്താ? നിങ്ങൾ ഒരു ഭാഗത്ത് അച്ഛൻ ഇരുന്നിട്ട് ഒരു ഭാഗത്ത് അമ്മ നോക്കുന്നു, അപ്പോൾ പിന്നെ മക്കളും നോക്കൂ. അതിലും നിങ്ങളെല്ലാവരും കൂടി മക്കളുടെ മൊബൈൽ ഫോണിൽ രസകരമായത് കാണാൻ അല്പനേരം ഇരിക്കുക. മൊബൈൽ ഫോണിൻ്റെ അടുത്ത് അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരിക്കുക. അതിനൊരു സമയം നിശ്ചയിക്കുക.
തരില്ല എന്നല്ല പറയേണ്ടത്. ഈ സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കണം. അതിന് നിങ്ങൾ സമയം കണ്ടെത്തണം. അങ്ങനെ ഇരുന്ന് ആ സമയം കഴിഞ്ഞാൽ ഇതാ സമയം കഴിഞ്ഞു, ഇനി നമുക്ക് ഇത് സൂക്ഷിച്ചിക്കണം എന്ന് പറയാം. നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തുക. എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉറങ്ങണം. എന്ത്? TV, ടാബ്, പിന്നെ മൊബൈൽ ഫോണ്, എല്ലാ ഗാഡ്ജറ്റുകളും നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങണം. പ്രൊജക്റ്റ് ചെയ്യുക മക്കള്, പ്രൊജക്റ്റ് ചെയ്തോട്ടെ, നിങ്ങൾ പോയി ഉറങ്ങരുത്. നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം ഉറങ്ങിയിരിക്കണം. കാരണം മൊബൈൽ ഫോണിൽ അറിവിൻ്റെ അനന്ത സാധ്യതകളുണ്ട്. ഓരോ മൊബൈൽ ഫോണും ഒരു കമ്പ്യൂട്ടറാണ്. പക്ഷേ അതിനേക്കാൾ തോന്നിയാസത്തിൻ്റെയും അനന്ത സാധ്യതകളുണ്ട്. ഏതാ ആദ്യം മുമ്പിൽ വരിക? നിങ്ങളിപ്പോൾ 10 വിരലിൽ ബാൻഡേജ് ഇല്ലാതെ വന്നാൽ നിങ്ങളുടെ വിരലുകൾ ആരെങ്കിലും നോക്കിയോ? എന്നാൽ ഒരു വിരലിന് ബാൻഡേജ് ഇട്ട് നോക്കൂ, എല്ലാവരും അതാ നോക്കുക. അതുപോലെയാണ് മൊബൈൽ ഫോണിൽ അറിവ്. ഇതിൽ നല്ലതൊന്നും ആരും നോക്കില്ല. ഇടക്കിടക്ക് ഓരോന്ന് ഇറങ്ങി വരും. വെറുതെ ഒന്ന് ടച്ച് ചെയ്താൽ മതി. പിന്നെ അതിലേ അങ്ങ് പോയാൽ പിന്നെ തിരിച്ചു വരിക എളുപ്പമല്ല. അതുകൊണ്ട് നല്ലതിനേക്കാൾ ചീത്ത മൊബൈൽ ഫോണുണ്ട്. അതുകൊണ്ട് അത് സംസ്കരിക്കാൻ, വേണ്ടതെടുത്ത് വേണ്ടത് ഒഴിവാക്കാനുള്ള തൻ്റെ ഇടം അവനുണ്ടാക്കുക. ആ മൊബൈൽ ഫോണുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല, ആ ഡിജിറ്റൽ സങ്കല്പ ലോകത്തിൽ അവൻ പോകാൻ കാരണം എന്താണെന്നറിയോ? ജൈവികമായ സങ്കല്പ ലോകം നിങ്ങളുടെ വീട്ടിൽ ഇല്ലാത്തതാണ്. നമ്മുടെ കുട്ടികളാകുമ്പോൾ എന്തെങ്കിലും ഒരു ലഹരി വേണം. ലഹരി എന്താണ്? ഖരം, ദ്രാവകം, വാതകം, 3 ലഹരിയാണിപ്പോൾ പ്രചരിക്കുന്നത്. ഖരം മയക്കുമരുന്ന്, ദ്രാവകം മദ്യം, വാതകം പുക. എന്നാൽ ഭാവനയുടെ ലഹരിയുണ്ടോ? ഇത് ഒഴിവാകും. ലഹരി വേണം കുട്ടികൾക്ക്. മധുരസ്വപ്ന ശതാവലി പൂത്തൊരു മായാലോകത്തെത്തി ഞാൻ, അദ്വൈതാമല ഭാവസ്പന്ദിത വിദ്യുന്മേഖല പൂകി ഞാൻ. പോകാറുണ്ടോ? ചങ്ങമ്പുഴിയുടെ മനസ്സിനി വായിച്ചാൽ ആ ഭാവനയുടെ അദ്വൈതാമല ഭാവസ്പന്ദിത ലോകത്തെത്തിക്കാൻ നിങ്ങൾ കൂടെ നിൽക്കുക. ജൈവികവും ഭാവനാപൂർണവുമായ ലഹരി ഉപയോഗിക്കുക. എന്നാൽ ഈ ഖരദ്രാവക വാതക ലഹരി ഒഴിവാക്കുക. അവരെ മുഖത്ത് നോക്കി, കണ്ണിൽ നോക്കി വർത്തമാനം പറയുക. അതിനാണ് സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. എസ് ഫോർ സ്മൈൽ. SOFTENLES, സ്മൈൽ. ഒന്ന് ചിരിച്ചിട്ട് വർത്താനം പറ. ഈ മസിലും പിടിച്ചിട്ട് ഇരിക്കുന്ന വീടില്ലേ, ആ എനർജി മൊത്തം പോവും. വീട്ടിൽ വരുമ്പം തന്നെ എന്താ വയ്യേ, എന്താ കുപ്പായത്തിലാക്കിയേ, ഇങ്ങനെ ചോദ്യം ചെയ്യല പല വീട്ടിൽ നിന്നും അല്ലേ. 50-ൽ 45 മാർക്കും വാങ്ങി വന്നാൽ കിട്ടിയ 45-ന് ഒരു മുത്തം കൊടുക്കൂല, കിട്ടാത്ത 5-ന് ശകാരിക്കും. ഇതാണ് നമ്മുടെ ഒരു ശീലം. സ്മൈൽ, അതിന് പൈസയൊന്നും ചെലവില്ലല്ലോ. സ്മൈൽ. ഓപ്പൺ പോസ്റ്റർ, തുറന്ന സമീപനം, മുൻവിധിയോടുകൂടി. ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കൂല, അതെല്ലാം തട്ടിപ്പാ, നീ കളവാ പറയുന്ന ആ ധാരണ വേണ്ട. മുൻവിധിയോടെ അവരെ വിശ്വാസത്തിലെടുക്കും. വിശ്വാസത്തിലെടുക്കാത്തവരെയാണ് അവരുടെ കുട്ടികളാണ്, രക്ഷിതാക്കളുടെ കുട്ടികളാണ് മിക്കപ്പോഴും കളവ് പറയുക. ഓപ്പൺ പോസ്റ്റർ, തുറന്ന സമീപനം. SOF ഫോർവേഡ് ലീൻ, മുന്നോട്ടാഞ്ഞ് വർത്താനം പറയൂ. ഇങ്ങനെ നിന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ SI നിൽക്കും പോലെ നിൽക്കല്ല, മുന്നോട്ടാഞ്ഞ് കുട്ടികളോട് മുന്നോട്ടാഞ്ഞ് വർത്താനം പറയാ. മനസ്സിലായോ? കുട്ടികൾ, ചെറിയ കുട്ടികളെ നമ്മൾ എടുക്കണമെങ്കിൽ ബാമോനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നാൽ കുട്ടി എടുക്കാൻ പറ്റുമോ? നമ്മൾ കുട്ടിയിലേക്ക് താഴണ്ടേ? കുട്ടിയിലേക്ക് നമ്മൾ താണാലേ കുട്ടികൾ നമ്മോളം ഉയരുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ കുട്ടിയിലേക്ക് താഴൂ. അതാണ് ഫോർവേഡ് ലീൻ, മുന്നോട്ടായു. SOFI ടച്ച്, തൊടണം, കെട്ടിപ്പിടിക്കണം, മുത്തം കൊടുക്കണം. ചെറിയ പ്രായത്തിൽ വാത്സല്യം പ്രകടിപ്പിക്കാൻ. വത്സം എന്ന് പറഞ്ഞാൽ നെഞ്ചിന്നാണ്. വത്സം എന്ന് പറഞ്ഞാൽ നെഞ്ചാൻ. ശ്രീവത്സം, മഹാവിഷ്ണുവിൻ്റെ നെഞ്ചത്തെ മറുക. വത്സത്തോട് ചേർത്ത് പിടിക്കുന്നതിനാണ് വാത്സല്യം എന്ന് പറയുക. ഈ ചേർത്ത് പിടിച്ച് പിന്നെ 1-ാം ക്ലാസ് എത്തുമ്പോൾ പിടുത്തം കുറഞ്ഞ്, 2-ാം ക്ലാസ് എത്തുമ്പോൾ പിടുത്തം കുറഞ്ഞ് പോകുമ്പോൾ അച്ഛൻ അമ്മ കെട്ടിപ്പിടിക്കാത്ത മക്കൾക്ക് വമ്പിച്ച നഷ്ടബോധ. അവൻ്റെ ഉള്ളിൽ ആ ശൂന്യതയായിട്ട് വേക്കൻ്റായി കിടക്കും. ആ വാക്കും ക്രിയേറ്റീവ് ഇടും. നഷ്ടബോധം, സ്നേഹത്തിൻ്റെ നഷ്ടബോധം, അത് ഫില്ല് ചെയ്യാൻ ഏടുന്നാ കിട്ടുന്ന ആടെ പോവാൻ. അങ്ങനെ അച്ഛനും അമ്മയും കെട്ടിപ്പിടിക്കാത്ത, മുത്തം കൊടുക്കാത്ത മക്കളാണ് നാട്ടിൽ പോയിട്ട് ആരെയെങ്കിലും കെട്ടിപ്പിടിച്ച് പീഡന കേസ് പ്രതിയാവും. നിങ്ങൾക്ക് മനസ്സിലായോ? മക്കളെ ചേർത്ത് പിടിക്ക്, ടച്ച്, തൊട്. SOFT ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി വർത്താനം പറ. ചില രക്ഷിതാക്കളുണ്ട്
മക്കളോട് പറയണമെങ്കിൽ ഭാര്യയോടെ പറയാം. എന്താ വീഡിയോ ഒരുത്തനില്ലേ, ഓന് പോയിക്കൂടെ? എന്തിനീ ഭാര്യനെ ഏൽപ്പിക്കുന്നത്? സുപ്രീം കോടതി നേരിട്ട് കക്ഷികളെ വിളിപ്പിക്ക്, ഹൈക്കോടതിയിലൂടെ മാത്രം വിളിപ്പിച്ചാൽ പോരാ. അങ്ങനെയാ മക്കൾ പലരും, അമ്മക്ക് ഹൈക്കോടതിയിൽ നിന്നും അച്ഛന് സുപ്രീം കോടതിയിൽ നിന്നാ പേര്. ടൂറ് പോവാൻ പൈസക്ക് ചോദിക്കേണ്ട കാര്യം ഒരു കുട്ടി പറഞ്ഞാ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ ഹൈക്കോടതിയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ട് അച്ഛനോട് ചോദിക്കാൻ. അങ്ങനെ സുപ്രീം കോടതി ഹൈക്കോടതി ആവല്ല. മുഖത്ത് നോക്കി, കണ്ണിൽ നോക്കി സംസാരിക്കുക, ഐ കോണ്ടാക്ട്. SOFTE. അത് കഴിഞ്ഞാൽ N, നോഡിങ്. മക്കൾ വർത്താനം പറയുമ്പോൾ തലകുലിക്കണം. തലകുലിക്ക് സമ്മതിക്ക്. മക്കളെ മുമ്പ് തോറ്റു കൊടുക്കുന്നതിൽ ഒരു ഈഗോ ക്ലാഷും വേണ്ട കേട്ടോ. മക്കളെ മുമ്പ് തോറ്റിട്ട് നാണം കുടുങ്ങിയ കയ്യേ പറ്റിപ്പോയി എന്നെല്ലാം പറയുമ്പോൾ കുട്ടികൾക്ക് നിങ്ങൾക്കോടുള്ള ഇഷ്ടത്തിൻ്റെ 1000 ഇരട്ടി ഇഷ്ടം ഉണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞ മാത്രം ശരി എന്ന് പറയുമ്പോൾ കുട്ടികൾ നിങ്ങളോട് വെറുക്കുക. മക്കളെ പറയുന്നത് ശരിയെന്ന് ബോധ്യമായ തോറ്റു കൊടുക്ക്. തലകുലിക്ക് സമ്മതിക്കുക. തടാ പറ്റിപ്പോയടാ എന്ന് സമ്മതിക്ക്. നോഡിങ്, തലകുലിക്ക്. SOFTEN, സോഫ്റ്റ് ആൻഡ് സ്മൈൽ, ഓപ്പൺ പോസ്റ്റർ, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്. സോഫ്റ്റ് ആൻഡ് യുവർ കമ്മ്യൂണിക്കേഷൻ. നല്ല കമ്മ്യൂണിക്കേഷനിലെ വീട്ടിലെ കുട്ടികൾ നല്ല വ്യക്തിത്വമുള്ളവരായി മാറും. ഇന്ന് വളരാൻ തുടങ്ങുക. നിങ്ങൾ വളരാൻ തുടങ്ങുക. അങ്ങനെ വളരാൻ തുടങ്ങുക. കുട്ടികളെ വെറുക്കരുത്. കുട്ടികളുമായിട്ട് ശണ്ട കൂടിയാൽ, എന്തെങ്കിലും ശകാരിച്ചാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അത് കോംപ്രമൈസ് ആയിരിക്കണം. ഉറങ്ങുന്നതിന് മുമ്പ് അത് കോംപ്രമൈസ് ആയിട്ടില്ലെങ്കിൽ അവൻ്റെ ഉറക്കത്തിലാണത്. അന്നത്തെ അനുഭവങ്ങൾ അത് അവൻ്റെ ഉപബോധ മനസ്സിലും അബോധ മനസ്സിലും രേഖപ്പെടുത്തി വെക്കും. അതെല്ലാം പുറത്തു വരിക എപ്പോന്നറിയോ? അവന് കഴിവുണ്ടാവുകയും നിങ്ങൾ കിടപ്പിലാവുകയും ചെയ്യുമ്പോൾ ഇത് മുഴുവൻ അവൻ പ്രതികാരമാക്കി തീർക്കും. അതുകൊണ്ട് രാത്രിയാകുന്നതിന് മുമ്പ് കുട്ടികളോട് വഴക്കുണ്ട്, കോംപ്രമൈസ് ആക്കണം. ഒരനുഭവം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ക്ലാസ് നിർത്തുകയാണ്. ഞാൻ ഇതുപോലെ ഒരു സ്കൂളിലെ രക്ഷിതാക്കൾക്ക്, വയനാട് ജില്ലയിലെ പൂതാടിയുള്ളൊരു സ്കൂളിലെ രക്ഷിതാക്കൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. മക്കളുമായിട്ട് നമ്മളാണ് കോംപ്രമൈസ് ആക്കേണ്ടത്. മക്കൾ കോംപ്രമൈസ് ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മസിൽ പിടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാനത് മനഃശാസ്ത്രപരമായി അവതരിപ്പിക്കുമ്പോൾ മുന്നിലിരിക്കുന്ന ഒരു ടീച്ചർ ബോധം കെട്ട് വീണു. അപ്പോൾ ക്ലാസ് നിന്നു, ടീച്ചറെ എടുത്തു കൊണ്ടുപോയി. അവസാനം ടീച്ചർ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മുഖത്ത് വെള്ളം തേച്ചപ്പോൾ ടീച്ചർക്ക് ബോധം വന്നു. അല്ല മാഷേ, ഒന്നും പ്രശ്നമില്ല, നിങ്ങൾ ക്ലാസ് എടുത്തോന്ന് പറഞ്ഞു. ക്ലാസ് എടുത്തോന്ന് പറഞ്ഞു. ക്ലാസ്സൊക്കെ പൂർത്തീകരിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ടീച്ചർ എന്നെ ഫോൺ വിളിച്ചു. മാഷേ, അന്ന് പറ്റിയത് പറയാം. ഞാനും എൻ്റെ മോനും 1 കൊല്ലമായി മിണ്ടാത്തത്. ഓൻ ബാംഗ്ലൂരാണ്. ഞാൻ പറഞ്ഞ പെണ്ണിനെ ഓൻ കല്യാണം കഴിക്കാത്തതിലെ വാശിയിൽ ഞാൻ അങ്ങോട്ടും വിളിക്കില്ല, ഓൻ ഇങ്ങോട്ടും വിളിക്കില്ല. ഓൻ ബാംഗ്ലൂരാണ്. ഞങ്ങൾ കാണാറില്ല, വിളിക്കാറില്ല. എന്നാൽ നമ്മളാണ് സാക്രിഫൈസ് ചെയ്യേണ്ടതെന്ന് നിങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ തെറ്റ് മുഴുവൻ എൻ്റെതാണെന്ന് തോന്നിയപ്പോൾ ഞാൻ എന്തെല്ലോ ആയിപ്പോയിട്ട് വീണുപോയതാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞ് ഞാൻ ഇന്നലെ രാവിലെ അവനെ വിളിച്ചു. 1 കൊല്ലം കൂടിയിട്ട് അവനെ ഫോൺ വിളിച്ചു. ഓൻ ഫോൺ എടുത്തു. അവനും ഒന്നും പറയുന്നില്ല, എനിക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ 2 പേരും കുറേ നേരം കരഞ്ഞു. ഞാൻ വിറക്കുന്ന ശബ്ദത്തോടെ മോനേന്ന് വിളിച്ചു. അതും മാത്രം മതിയായിരുന്നു അവന്. രാത്രി അവൻ തിരിച്ച് എൻ്റെ വീട്ടിലെത്തി. എൻ്റെ മോനല്ലേ അത്, നമ്മുടെ മക്കളല്ലേ. അവരെ വെറുക്കരുത്, അവരെ ശത്രുപക്ഷത്തിരുത്തരുത്, അവരെ രാക്ഷസനെ പോലെ ശകാരിക്കരുത്. സ്നേഹമെന്ന ഒറ്റ മന്ത്രം അത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ആ സ്നേഹമെന്ന ആ വലിയ മന്ത്രം അതുപയോഗിച്ചാൽ നിങ്ങളുടെ മക്കളെ നല്ല മനുഷ്യക്കുട്ടികളായി, നല്ല വ്യക്തിത്വമുള്ളവരായി വളർത്തിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഇങ്ങനെയൊരു ക്ലാസ് എടുക്കാൻ എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ പ്രിൻസിപ്പളിനോടുള്ള എൻ്റെ കടപ്പാടറിയിക്കുന്നു. ഈ വലിയ മഹാസദസ്സിൽ ഇത്ര നേരം എൻ്റെ ക്ലാസ്സിൽ കേട്ടും പ്രതികരിച്ചും കൈയടിച്ചും സഹകരിച്ച മുഴുവൻ രക്ഷിതാക്കളോടുമുള്ള എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ ക്ലാസ്സിന് ഈ ജനറൽ ബോഡിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് ചുരുക്കും.